വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൻ. ഇന്ന് വളരെ എളുപ്പത്തിൽ ബ്രാലിൻ്റെ തലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്തി പിഴിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പ് കത്തിക്കുക. എന്നിട്ട് അതിലേക്ക് 2 തക്കാളി 3 പച്ചമുളകും കൂടിയിട്ട് അതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രാലിൻ്റെ തലക്കഷ്ണങ്ങൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് നന്നായി തിളക്കട്ടെ. തിള വരുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. എന്നിട്ട് അതിൽ ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് എരിവിൻ്റെയും കുറച്ച് ഉപ്പിൻ്റെയും കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും മുളക് പൊടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. ഓരോ വീട്ടിലും ചിലവർക്ക് എരിവ് കൂടാം, ചിലവർക്ക് കുറവേ വേണ്ടുള്ളൂ, ചിലവർക്ക് ചാറിന് കട്ടി കുറച്ച് മതി, ചിലവർക്ക് കൂടുതൽ വേണം. ആ രീതിക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് അത് വേവിക്കുക. ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ചാറാവുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ചുമക്കണ വരെ നന്നായി മൂപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ചുമന്ന് വരുമ്പോൾ അത് ഈ കറിയിലേക്ക് കൊട്ടി കൊടുക്കുക. നമ്മുടെ ബ്രാലിൻ്റെ തലക്കറി തയ്യാറാവുകയാണ്. അതോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ മീതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ തലക്കറി തയ്യാറായിരിക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഓക്കെ.